അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏകനായ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് സത്യദീൻ എന്നും അതിനാണ് ഫലമുണ്ടാവുക എന്നും ബഹുദൈവ വിശ്വാസം പൊള്ളയാണെന്നും അത് വിഫലമായിരിക്കുമെന്നും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. തുടർന്ന് 15-ാമത്തെ ആയത്തിൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും അതിൽ ചിലത് ശരിയായ അനുസരണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് വിധേയപ്പെടുന്നു, മറ്റു ചിലർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹുവിന് വിധേയപ്പെടേണ്ടി വരുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വതും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വലിലാലുഹും ബിൽ ഗുദുവി വൽ ആസാൽ. വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും, മനുഷ്യനും ജിന്നുകളും മലക്കുകളും തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു. ഇവിടെ സുജൂദ് ചെയ്യുക എന്നത് വിധേയപ്പെട്ട് അനുസരിച്ച് ജീവിക്കുക എന്ന അർത്ഥത്തിലാണ്. തൗഅൻ, സ്വമേധയ അനുസരിച്ചുകൊണ്ട്, അതായത് വിശ്വാസികളും മലക്കുകളുമൊക്കെ അള്ളാഹുവിന് സ്വമേധയ കീഴ്പ്പെട്ടുകൊണ്ട് സുജൂദ് ചെയ്ത് ജീവിക്കുന്നു. അത് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. അതുപോലെ ഭൂമിയിൽ നിഷേധികളല്ലാത്ത എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതും തൗഅൻ, അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതിൽ പെടുന്നതാണ്. എന്നാൽ അള്ളാഹുവിന് മാത്രം സ്വമേധയാ സുജൂദ് ചെയ്യാനും അള്ളാഹുവിനെ മാത്രം അനുസരിക്കാനും ആഗ്രഹിക്കാത്തവരും നിർബന്ധിതരായി തന്നെ അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കുന്നു. അതാണ് വക്കർഹൻ, നിർബന്ധിതരായിക്കൊണ്ടും എന്ന് പറഞ്ഞത്. മനുഷ്യന് ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ജീവിത വ്യവസ്ഥ പാലിച്ചുകൊണ്ടേ ജീവിക്കാൻ കഴിയൂ. നിരന്തരം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടേ ആർക്കായാലും ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഒരാൾ ഈ ഭൂമിയിൽ നടക്കണം, ഇരിക്കണം, ഉറങ്ങണം തുടങ്ങി എങ്ങനെ ജീവിക്കണമെന്ന കാര്യത്തിൽ അള്ളാഹു ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ പാവപ്പെട്ടവനായി ജീവിക്കണമെന്നാണോ അല്ലെങ്കിൽ ഒരാൾ പണക്കാരനായി ജീവിക്കണമെന്നാണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ വിരൂപനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയൂ. അല്ലാതെ ഇതൊന്നും എനിക്ക് പറ്റില്ല, താൻ മറ്റൊരു വ്യവസ്ഥ കൊണ്ടുവന്ന് ജീവിക്കുകയാണ് എന്ന് അയാൾക്ക് പറയാൻ സാധിക്കുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്ക്, സൃഷ്ടാവിൻ്റെ വ്യവസ്ഥക്ക് നിർബന്ധിതരായിക്കൊണ്ട്, കർഹൻ ആയിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞത്. വലിലാലുഹും, അവരുടെ നിഴലുകളും, ലില്ല് എന്ന് പറഞ്ഞാൽ നിഴൽ, അതിൻ്റെ ബഹുവചനമാണ് ലിലാൽ. അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. ജീവികളുടെയും വസ്തുക്കളുടെയും ശരീരങ്ങളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ രൂപപ്പെടുന്ന അടയാളം ഭൂമിയിൽ പതിക്കുന്നതാണ് നിഴലുകൾ. രാവിലെയും വൈകുന്നേരവും സൂര്യകിരണങ്ങൾ ശരീരങ്ങളിൽ തട്ടി നിലത്ത് വീണ് പ്രണാമം ചെയ്യുന്നത് പോലെയാണ് ഈ നിഴലുകൾ. നിഴലുകൾ തനിക്ക് വേണ്ട എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു സത്യനിഷേധിക്കും നിരീശ്വരവാദിക്കും സാധ്യമല്ല. ഈ നിഴലുകൾ എങ്ങോട്ടൊക്കെ ഒരാൾ തിരിയുന്നുവോ അവിടെയൊക്കെ ഭൂമിയിൽ പ്രണാമം ചെയ്യുന്നവയായിക്കൊണ്ട് അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവൻ്റെ നിഴൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് പ്രതീകാത്മകമായി സാക്ഷ്യപ്പെടുത്തുകയാണിവിടെ. അതായത് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്തു വരുന്നു. കാരണം വസ്തുക്കളുടെ നിഴലുകൾ ഭൂമിയിൽ എവിടെയായാലും പതിക്കുന്നു. ഈ അർത്ഥത്തിൽ പള്ളികളിലും ആരാധനാലയങ്ങളിലും മാത്രമല്ല സുജൂദുകൾ നടക്കുന്നത്. ബഹുദൈവങ്ങൾക്കാണ് തങ്ങളുടെ സുജൂദ് എന്ന് കരുതുന്ന ബഹുദൈവ വിശ്വാസികൾ അവരുടെ നിഴലുകൾ ഏകദൈവത്തിന് മാത്രം രാവിലെയും വൈകുന്നേരവും സുജൂദ് ചെയ്യുന്നത് കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് പ്രകൃതിപരമായി നോക്കുമ്പോൾ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വരാനിരിക്കുന്ന 2 സൂറത്തുകളിൽ കൂടി ഈ വിഷയം വരുന്നുണ്ട്. ഈ ആയത്ത് ഓതുമ്പോൾ സുജൂദ് തിലാവത്ത്, പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യുന്നത് സുന്നത്താണ്. ഈ സുജൂദ് ചെയ്യുമ്പോൾ ഈ ആയത്തിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് അള്ളാഹുവിനെ അനുസരിച്ച് വിധേയപ്പെട്ടുകൊണ്ട് തൗഅൻ ആയിക്കൊണ്ട് സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. ഖുർആനിലെ ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന പാരായണ സുജൂദുകളിൽ 2ാമത്തേതാണ് ഇത്. ഒന്ന് ഇതിനു മുമ്പ് നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ ആറാഫിൽ ആയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.